പാലാ നഗരസഭയിലെ ഭരണ പ്രതിസന്ധിയിൽ ഒത്തുതീർപ്പ് ഫോർമുലയുമായി കോൺഗ്രസ്. രണ്ടാം ടീമിൽ വൈസ് ചെയർമാൻ സ്ഥാനം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. ബിനു പുളിക്കക്കണ്ടത്തിന് രണ്ടാം ടീമിൽ വൈസ് ചെയർമാൻ സ്ഥാനം നൽകുമെന്നായിരുന്നു നേരത്തെയുള്ള ധാരണ. ചെയർപേഴ്സൺ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും ഒരേ സമയം പുളിക്കക്കണ്ടത്തിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് നൽകാനാകില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ചെയർമാൻഷിപ്പും വൈസ് ചെയർമാൻഷിപ്പും ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നതിനകത്ത് ഒരുപക്ഷെ കൗൺസിലർമാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഒന്നുകൂടി പുനരാലോചിക്കുന്നതിനുള്ള ഒരു അവസരമായി ഇപ്പോൾ കണ്ടുകൊണ്ട് അത് ഒരു പ്രധാന നിർദ്ദേശമായി തന്നെ കാണുകയാണ്. ഇപ്പോൾ ചെയർമാൻഷിപ്പ് മറുഭാഗത്ത് നിൽക്കുമ്പോൾ വൈസ് ചെയർമാൻഷിപ്പ് നമുക്ക് ഇപ്പുറത്ത് കിട്ടത്തക്ക രീതിയിൽ തന്നെയുള്ള ഒരു ചർച്ചയാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. ഈ ഡിമാൻഡ് നമ്മൾ കൗൺസിലർമാരുടെ കൂടെ ഒരു അനുഭവത്തോടുകൂടി അല്ല അവരുടെ താല്പര്യത്തോടു കൂടി നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാക്കി പ്ലാൻ ഉണ്ടാക്കി പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ഥാനം പോകുന്ന ഒരു കേസ് കൂടിയാണ്. വലിയ ഭരണ പ്രതിസന്ധിയുണ്ട്. ഈ ഫോർമുല മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയാണ്? പൂജ, ഈ പാലാ നഗരസഭയ്ക്കകത്ത് തന്നെ ഭരണപക്ഷ കൗൺസിലർമാർ തമ്മിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് അത് പരസ്യമായി തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് തന്നെ എത്തിയിട്ട് ഒരാഴ്ചയിലധികമാകുന്നു. അതിനാൽ തന്നെ ഇനിയും അധികം ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് UDF നേതൃത്വമുള്ളത്. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഇത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. നിലവിലിപ്പോൾ ഒരു തനിനയ നീക്കം, ഒരു ഫോർമുല എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ വൈസ് ചെയർമാൻ സ്ഥാനം ആദ്യ ടൈം കഴിയുമ്പോൾ, അതായത് 6 മാസം കഴിയുമ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനം പുളിക്കക്കണ്ടം കുടുംബത്തിനാണ് നൽകാൻ നേരത്തെ ധാരണ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു മാറ്റം വരുത്താനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് താല്പര്യവും തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത്. അതായത് അങ്ങനെ വരുമ്പോൾ 6 മാസത്തിന് ശേഷം, അതായത് നിലവിലിപ്പോൾ 6 മാസം എന്ന് പറയുന്നത് 2 ആഴ്ചയ്ക്കും കഴിയുമ്പോൾ 6 മാസം കഴിയുകയാണ്. സ്വാഭാവികമായി വൈസ് ചെയർമാൻ ബിനു പുളിക്കക്കണ്ടം വൈസ് ചെയർമാനാകും. ചെയർമാൻ സ്ഥാനം സ്വാഭാവികമായി ദിയ ബിനു പുളിക്കക്കണ്ടം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ചെയർമാനും വൈസ് ചെയർമാൻ സ്ഥാനവും ഒരു കുടുംബത്തിൽ തന്നെയാകും. അതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. അതിനാൽ തന്നെ ആദ്യത്തെ ടൈം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിലെ കൗൺസിലർക്ക് നൽകണം എന്നൊരു ഫോർമുലയാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമായി അവർ അംഗീകരിക്കുമോ എന്നറിയില്ല. കാരണം 6 മാസം മുൻപ് ഭരണം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണ പുളിക്കക്കണ്ടം കുടുംബവുമായി ബന്ധപ്പെട്ട UDF നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ ഫോർമുല എത്രത്തോളം അംഗീകരിക്കും, പുളിക്കക്കണ്ടം കുടുംബം അംഗീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. ശരി, ഷിനോജ് എസ് ടി ആണ് വിവരങ്ങൾ നൽകിയത്.